KSRTC ജീവനക്കാരുടെ ശമ്പളം ഒറ്റത്തവണ നൽകുന്ന കാര്യത്തിൽ വീണ്ടും ആശങ്കയുണ്ടാകുന്നു എന്നുള്ളത്. എത്ര തവണ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. KSRTCക്കാരുടെ ശമ്പളം പെൻഷൻ വിതരണം സംബന്ധിച്ച് എത്രയോ തവണ ഈ വിഷയത്തിൽ മന്ത്രി ഉറപ്പും വാർത്തകൾ നൽകിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ സർക്കാർ ധനസഹായവും ബാങ്ക് വായ്പയും വൈകുന്നതാണ് ശമ്പള പ്രതിസന്ധിക്ക് കാരണമെന്നാണ് അറിയുന്നത്. എപ്പോഴും ഇങ്ങനൊരു കാരണം എന്തായാലും ഉണ്ടാകുമല്ലോ. ശമ്പളം വൈകുന്നതിൽ ഭരണാനുകൂല തൊഴിലാളി സംഘടനകളടക്കം വലിയ പ്രതിഷേധത്തിലാണ് എന്നുള്ളതാണ് വാസ്തവം. രശ്മി കാർത്തിക ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രശ്മി, എല്ലാവരും തൊഴിലാളികളെല്ലാവരും ഭരണാനുകൂല സംഘടന ഉൾപ്പെടെ ഇതിനെതിരെ പ്രതിഷേധത്തിലാണ്. അപ്പോൾ ഇത്തവണയും ഇങ്ങനെ വൈകും എന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു. എന്താണ് ഇപ്പോൾ അവർ പറയുന്ന ന്യായം എന്ന് മാത്രം അറിഞ്ഞാൽ മതി. വീണ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ KSRTCയുടെ വിഷയം നമ്മൾ ഇന്നോ ഇന്നലെയോ ചർച്ച ചെയ്തു തുടങ്ങിയ കാര്യമല്ല. കാലങ്ങളായി തന്നെ ഈ ശമ്പള പ്രതിസന്ധി KSRTCയിൽ നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. അവരുടെ ശമ്പളവും പെൻഷനും നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ നിരന്തരം ഭരണാനുകൂല സംഘടനകളടക്കം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന സാഹചര്യം നമ്മൾ പല തവണ ഈ തുടർച്ചയായി സമരം കാണുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് 2 ഗഡുക്കളായി ശമ്പളം നൽകാനുള്ള ഒരു തീരുമാനമെടുത്തത്. അതും മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഈ മന്ത്രി KB ഗണേഷ് കുമാർ ഒറ്റത്തവണയായി ശമ്പളം നൽകും എന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലെ ശമ്പളം ഇതുവരെയും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. എല്ലായ്പ്പോഴും പോലെ അത് തന്നെയാണ് ഇപ്പോഴത്തെയും പ്രശ്നം. KSRTC വസ്തുവകൾ ഇത്തരത്തിൽ കേരള ബാങ്കിൽ നൽകി പണമെടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ കൂടി അതിലും ആ ചർച്ചകൾ പുരോഗമിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ ഒരു തീരുമാനത്തിലേക്കൊന്നും തന്നെ എത്തിയിട്ടില്ല. മാത്രമല്ല ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം അതും ലഭിക്കുന്നില്ല. ആ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞെരുങ്ങുന്നത് തന്നെയാണ് ഈ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്ന കാര്യത്തിൽ ഇത്രത്തോളം വൈകാനുള്ള കാരണം. ഈ ഭരണാനുകൂല സംഘടനകളടക്കം നിലവിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ 2 ഗഡുക്കളായി ശമ്പളം നൽകിയ സമയത്ത് തന്നെ സംഘടനകൾ മുന്നോട്ട് വെച്ച ആവശ്യമെന്ന് പറയുന്നത് അവർക്ക് ഒറ്റത്തവണയായി ശമ്പളം നൽകണം. അതാണ് അവരുടെ ആവശ്യമായി മുന്നോട്ട് വെച്ചിരുന്നത്. അത് ഏതായാലും ഈ കഴിഞ്ഞ മാസം മുതൽ നൽകും എന്നുള്ളൊരു കാര്യം മന്ത്രി KB ഗണേഷ് കുമാർ ഉറപ്പു നൽകിയിരുന്നതാണ്. പക്ഷേ സെപ്റ്റംബർ മാസത്തിലെ ശമ്പളം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി KSRTC ജീവനക്കാർ രംഗത്തുണ്ട്. വീണ. ഓക്കെ, ശരി രശ്മി വിവരങ്ങൾ നൽകുകയായിരുന്നു. പക്ഷേ ഈ KSRTCയുമായി ബന്ധപ്പെട്ട വിഷയം എത്ര കണ്ട് സംസാരിച്ചാലും ചർച്ച ചെയ്താലും ആശങ്കപ്പെട്ടാലും പ്രതിഷേധങ്ങളുണ്ടായാലും സമരം ചെയ്താലും ഇപ്പോഴും മാറി മാറി വരുന്ന അതിൻ്റെ തലപ്പത്ത് വരുന്ന ആളുകൾക്ക് പോലും അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ഇങ്ങനെ പെരുവഴിയിലാക്കി എത്ര പെൻഷൻകാരാണ് ഇങ്ങനെ ആത്മഹത്യയിലേക്ക് വരെ എത്തിയിട്ടുള്ളത്. എന്നിട്ട് പോലും ഒരു കുലുക്കവും ഇല്ലാതെ തന്നെ സർക്കാർ പറഞ്ഞു. പിന്നെ പറയുന്ന പോലെ തന്നെ ഈ മന്ത്രിമാരും 2 മന്ത്രിമാരാണ് ആയിട്ടുള്ളത് KSRTCക്ക്. വരുന്നവരൊക്കെ തന്നെ പറയുന്ന കൃത്യമായിട്ട് 1-ാം തീയതി ശമ്പളം കൊടുക്കും അല്ലേ? എല്ലാവരും പറയുന്നതാണ്, ഇപ്പൊ ശരിയാക്കി തരാം, ഇത്ര നാൾ ഉണ്ടായിരുന്നത് പോലല്ല, ഇനിയിപ്പോൾ ഞാനിവിടെ പൂങ്കാവനം തീർക്കും. പക്ഷേ KSRTCയെ സംബന്ധിച്ച് ഏതൊക്കെ തരത്തിലുള്ള ബസ്സുകൾ ഇതിനിടയിൽ രൂപമാറുകയാണ്. പക്ഷെ അപ്പോഴും ഒന്നും രക്ഷപ്പെടാത്ത രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില നയങ്ങൾ നിലപാടുകൾ മാറ്റുക എന്നുള്ളതാണ് പ്രധാനം. അത് മാറ്റിയാൽ മാത്രമേ KSRTCയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ ഇതിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. വലിയ ബാധ്യതയായി ആനവണ്ടി എന്ന പേരിൽ തന്നെ. പക്ഷെ അതേസമയം ഈ KSRTCയെ സ്നേഹിക്കുന്നവരും KSRTC സ്ഥിരം യാത്രക്കാരായ ഒരുപാട് ആളുകളുണ്ട്. അതിനെ ആശ്രയിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ KSRTCയിലെ ചാർജ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പാവങ്ങൾക്ക് കയറാൻ പറ്റുന്നതാണോ എന്ന് സംശയമുണ്ട്, തമിഴ്നാടുമായിട്ടൊക്കെ തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ ജീവനക്കാർക്ക് ശമ്പളം വേണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ ഭരണാനുകൂല സംഘടനകൾക്ക് പോലും തർക്കമില്ലെന്ന് മാത്രമല്ല, അവരും പ്രതിഷേധ വഴിയിലാണ്. ഏതായാലും ഈ വിഷയത്തിൽ എന്താണ് ഇപ്പോൾ ഒരു മാറ്റം ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ഓണത്തിനും ക്രിസ്മസിനും ഒന്നും മാത്രം ശമ്പളം കിട്ടിയാൽ പോരല്ലോ, അല്ലാതെ തന്നെ മുടങ്ങാതെ കിട്ടേണ്ടതുണ്ട് ശമ്പളവും പെൻഷനുമല്ല.